അന്ധകടാഹങ്ങളുടെ സൃഷ്ടാവായ മഹാദൈവത്തിൻ്റെ മഹാപ്രഭയാണ് നാം ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ, അനുഗ്രഹങ്ങളെ കൽപ്പിക്കട്ടെ. പ്രവചനം തുച്ഛീകരിക്കരുത്. തിരുവെഴുത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കുക. നമുക്കറിയാം, യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുൻപ് ഇന്ത്യയിൽ ശ്രീബുദ്ധൻ്റെ കാലഘട്ടം ഏകദേശം. ഈ സമയത്ത് പ്രവചിച്ചൊരു പ്രവചനമാണ്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതുപോലെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം. പ്രവചനം ഇന്നലത്തേതല്ല, ഇന്നത്തേക്കുമല്ല, അത് നാളത്തേക്കാണ്. ഭാവിയെ പ്രശോഭിക്കുന്ന അനവധി സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന, ദൈവാത്മ നിയോഗത്തെ വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം. പ്രവചനം അതുകൊണ്ട് നാം തുച്ഛീകരിക്കുന്നു. പ്രവചനത്തെ ദൈവശബ്ദമായി, ആത്മാവിൻ്റെ ശബ്ദമായി നാം അത് ഏറ്റെടുക്കുന്നെങ്കിൽ, സ്വീകരിക്കുന്നെങ്കിൽ, ആത്മാവിൽ സ്വീകരിക്കുന്നെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായി. അതായത് പ്രവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, ദൈവാത്മ നിയോഗത്താലാണ് പ്രവചിക്കുന്നത്. ഈ പ്രവചനത്തെ എൻ്റെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ അബ്രഹാം പിതാവ് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. 25 വർഷം കാത്തിരുന്നു അതിൻ്റെ റിസൾട്ട് ലഭിക്കുക. എന്നാൽ പലസ്തീൻ ദേശത്ത് യശയ്യാപ്രവാചകൻ പ്രവചിച്ചത് 750 വർഷം അത് പ്രാവർത്തികമാകുവാൻ, അല്ലെങ്കിൽ ആ പ്രവചനം നിറവേറുവാൻ അത്രയും സമയം. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രവചിച്ചിട്ടുള്ള അനവധി ദൈവിക സത്യങ്ങളുണ്ട്. അത് നിറവേറണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷമയോടെ കാത്തിരുന്ന് അതിൽ മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവചനം നിറവേറുവാൻ ഇടയാകും. അതുകൊണ്ട് ആര് പ്രവചിച്ചു, ദൈവാത്മാ നിയോഗത്താലാണ് പ്രവചിച്ചെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. ആരാണ് പ്രവചിച്ചെന്നുള്ള മുഖം നോക്കിയല്ല, അത് ദൈവശബ്ദമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവശബ്ദമാണോ, അത് വേറെ ഏതെങ്കിലും ശക്തിക്ക് അധീനപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പ്രിയപ്പെട്ടത് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആത്മാവിൻ്റേതാണോ, അത് മറ്റേതെങ്കിലും ശക്തിയുടേതാണോ തിരിച്ചറിയേണ്ടത്. അതല്ല എങ്കിൽ വിമർശിക്കരുത്, കുറ്റപ്പെടുത്തരുത്. നാം അത് ദൈവ നിയോഗമായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വരും നാളുകളിൽ പ്രവചനം നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ട് ഒരു കാലത്തും പ്രവചനത്തെ തുച്ഛീകരിക്കരുതെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെ